KEMS ചങ്ങനാശ്ശേരി കട്ടപ്പന നെടുങ്കണ്ടം റിട്ടേൺ കട്ടപ്പന കോട്ടയം ചങ്ങനാശ്ശേരി. പുലർച്ചെ 5 മണിക്ക് സർവീസ് തുടങ്ങുന്ന ബസ് 6:30 മുണ്ടക്കയം, 7:35 ഏലപ്പാറ, 8:40 കട്ടപ്പന, തുടർന്ന് 9 മണിക്ക് നെടുങ്കണ്ടത്തിന്, 9:50 നെടുങ്കണ്ടത്ത് എത്തിച്ചേരും. തിരിച്ച് 12:05 നെടുങ്കണ്ടത്ത് നിന്നും കോട്ടയം, 12:55 കട്ടപ്പനയിൽ എത്തിച്ചേരുന്ന ബസ് 1:20 കട്ടപ്പനയിൽ നിന്നും എടുത്ത് 2:25 ഏലപ്പാറ, 3:20 മുണ്ടക്കയം, 4:55 കോട്ടയത്ത് എത്തിച്ചേരും. തുടർന്ന് 5:15 കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരിക്ക്, 5:50 ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചേരുന്ന ഒരു മികച്ച സർവീസായിരുന്നു ഇത്. ബസ് തുടക്കത്തിൽ ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു, പിന്നീട് LS ആയി. ഈ ബസ്സായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും പുറപ്പെടുന്ന ആദ്യത്തെ പ്രൈവറ്റ് ബസ്. എന്നാൽ ഇപ്പോൾ ഏകദേശം 6 മാസങ്ങളായി ഈ ബസ് സർവീസ് നടത്തുന്നില്ല. ഒരുപാട് പേർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് KEMS സർവീസ് നിർത്തിയത്, തിരിച്ചു വരുമോ തുടങ്ങിയ ചോദ്യങ്ങൾ. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് 140 കിലോമീറ്ററിന് മുകളിലുള്ള പ്രൈവറ്റ് ബസ്സുകളുടെ പെർമിറ്റ് KSRTC ഏറ്റെടുക്കുന്നു എന്നതാണ്. 140 കിലോമീറ്റർ മുകളിലുള്ള സർവീസുകൾ നിർത്തിവെക്കാൻ ഓർഡർ കിട്ടിയപ്പോൾ KEMS ബസ്സും ആ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ടു. KEMS 140 കിലോമീറ്ററിന് അധികം സർവീസ് നടത്തി വരുന്ന ബസ്സായിരുന്നു. തുടർന്ന് KEMS പെർമിറ്റ് വെട്ടിച്ചുരുക്കി പൊൻകുന്നം കട്ടപ്പന നെടുങ്കണ്ടമാക്കി. 6:15 പൊൻകുന്നത്ത് നിന്നും സർവീസ് ആരംഭിച്ചു. അത് സ്ഥിരം യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ചങ്ങനാശ്ശേരി, കറുവച്ചാൽ, 14 മൈൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും സ്ഥിരം യാത്രക്കാർ ഉണ്ടായിരുന്ന ബസ്സായിരുന്നു KEMS. കുട്ടിക്കാനം മരിയം കോളേജിലെ ടീച്ചേഴ്സ്, നിരവധി സർക്കാർ ജോലിക്കാർ, കട്ടപ്പനയിലെ കച്ചവട സാധനങ്ങളുമായി പോകുന്നവർ, അങ്ങനെ നിരവധി പേരാണ് ഈ ബസ്സിനെ ആശ്രയിച്ചിരുന്നത്. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന യാത്രക്കാരുടെ വിഷമം പറയേണ്ടതില്ലല്ലോ. നിലവിൽ ബസ് സെൻറ് ജോർജ് വാഴയിൽ സ്വന്തമാക്കി. ലീസാണോ വിറ്റതാണോ എന്നറിയില്ല. 2 വർഷത്തേക്ക് ലീസാണെന്ന് പറയപ്പെടുന്നു. കൂടാതെ സെൻറ് ജോർജ് പെർമിറ്റ് ചങ്ങനാശ്ശേരി, നെടുങ്കണ്ടം, കോട്ടയമാക്കാൻ പോകുന്നുവെന്ന ന്യൂസുകളുണ്ട്. എന്തായാലും പുലർച്ചെ ബസ് കാത്തു നിൽക്കുന്നവർ ഹോണടിയും മഞ്ഞ ലൈറ്റിൻ്റെ പ്രകാശവും ദൂരത്തുനിന്ന് തങ്ങളുടെ ബസ്സുകൾ വരുന്നുവെന്ന വികാരവും ഓർമ്മകൾ മാത്രമായി. എന്നെങ്കിലും തിരിച്ചു വരുമെന്ന വിശ്വാസത്തോടെ.